അസ്സലാമലൈക്കും. പിന്നെ നമ്മളൊരു വെറൈറ്റി മേലായിട്ട് വന്നിരിക്കണേ. എന്താന്ന് വെച്ചാൽ ഒരു കൊറിയൻ ഫുഡാണ്. അതിന്റെ പേര് നിങ്ങൾ കേട്ടാൽ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, തൊബോക്കി. അതായത് കൊറിയൻ റൈസ് അപ്പോൾ കേക്ക്. ഫസ്റ്റ് നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദിസ്. എന്നിട്ട് പിന്നെ അതിലേക്ക് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ നമുക്ക് പത്തിരിക്ക് കുഴക്കണം. മാതിരി എന്താണെന്നറിയില്ല, ഞാൻ കുഴച്ചാണ്ടാ തോന്നുന്നത്. ഭയങ്കര സോഫ്റ്റ് ഉണ്ട് അതിനിട്ട്. ഇനിയിപ്പോൾ പെരത്തിയാണ് നീളത്തിലാക്കിയാണ്ട് ഇതേമാതിരി മുറിച്ചെടുക്കണം. ഇങ്ങനെ ചെറുതാക്കി ഓരോ പീസ് ഞാൻ കുറച്ച് കട്ട് ചെയ്താണ്. പിന്നെ ഉമ്മാനെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തു. ഇവിടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളിയൊക്കെ നുറുക്കി. അത് എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മാനെ കട്ടിങ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിനി. ഇനി വെള്ളം തിളച്ചിട്ട് നമുക്ക് നമ്മൾ നുറുക്കി വെച്ച ഈ സാധനം ഉണ്ടല്ലോ അതേക്ക് ഇടണം. എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അത് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ മസാല റെഡിയാക്കാം. അതിനാദ്യം ഫ്ലെയിം ഓൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് ഇട്ടെടുക്കുക, എന്നിട്ട് നല്ലോണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. പിന്നെ സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ നമ്മളെ മസാല റെഡി. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. മസാല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഐറ്റം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് നേരെ നമ്മളെ മസാല കിട്ടാണ് നന്നായിട്ട് മിക്സ് ആക്കുക. അത്ര പറഞ്ഞല്ലോ, എന്താ സിമ്പിൾ എന്ന് പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ പിന്നെ നമ്മളെ തൊബക്ക് നേരെ ചിട്ടെടുക്കുന്നുണ്ടാവുന്നത്. പിന്നെ എന്നാൽ വേറെ സംഭവം അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. തൊബക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, പിന്നെ സബ്സ്ക്രൈബ് ആക്കി, ഷെയർ ആക്കി, കമന്റ് ആക്കി, ഒക്കെ ആക്കി സപ്പോർട്ടാക്കി. അപ്പോൾ എല്ലാവരുടെ അസ്സലാമു അലൈക്കും.